മറ്റു വാർത്തയിലേക്കാണ്. അനാസ്ഥയുടെ മരുന്നില്ലാത്ത ചികിത്സാ പിഴവിന്റെ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ഒടുക്കുന്ന നടപടി. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. കുഞ്ഞിന്റെ മരണത്തിൽ ഇന്ന് തന്നെ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ആശുപത്രിയിലെത്തിയ RDOയെ പ്രതിഷേധക്കാർ തടഞ്ഞു. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് വിശദവിവരങ്ങളുമായി ചെയ്യുന്നു. ജിബിന്, ഒരുപാട് ആരോപണങ്ങൾ ഈ ഡോക്ടർക്കെതിരെ ഉയരുന്നു, പരാതികൾ ഉയരുന്നു. പുറത്താക്കണമെന്ന്, സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം മുറവിളി കൂട്ടിയപ്പോൾ ചെയ്തത് ഒരു സ്ഥലം മാറ്റം, അതൊരു പേരിന് മാത്രം, മരുന്നിന് മാത്രം. ഇപ്പോഴവിടെ പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് കുടുംബത്തിന്റെ ആവശ്യം? കൈക്കൂലി ആരോപണം അടക്കം ഉയർത്തുന്നു. പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലം MLA കൂടിയായ മന്ത്രി GR അനിലിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബിന്ദു സുന്ദർ, ആരോപണവിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് മരിച്ച കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഡോക്ടർ പണം ആവശ്യപ്പെട്ടു. അതായത് ഈ പ്രസവത്തിന്റെ ഭാഗമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ 2 തവണയായി 5000 രൂപ 5000 വീതം വെച്ച് 10000 രൂപ ഈ കുട്ടിയുടെ പിതാവിന്റെ കൈവശത്ത് നിന്ന് ഈടാക്കിയെന്നാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് തന്നെ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായത്. ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെടുമങ്ങാട് ജംഗ്ഷനിലുള്ള മന്ത്രി GR അനിലിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലീസ് ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ റോഡിൽ വെച്ച് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിഷേധക്കാർ MLAയുടെ ഓഫീസിലേക്ക് കയറുമെന്നുള്ള കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ നിൽക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ MLAയുടെ ഓഫീസിലേക്ക് കയറുന്നതിന് വേണ്ടി കോൺഗ്രസിലെ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു വാഗ്വാദമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഒരുക്കിയ ബാരിക്കേഡുകൾ, അതായത് ഈ വിവരം ഓഫീസിലേക്കാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ പ്രശാസനത്തിനിടെ കുഞ്ഞു മരിച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നിരുന്നു. കാരണം ഇത് ആദ്യത്തെ പരാതിയല്ല ഡോക്ടർക്കെതിരെ. നേരത്തെയും ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതി ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ, ഡോക്ടർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മറ്റൊരു ഗുരുതരമായ ഒരു ആരോപണം കൂടി ഡോക്ടർക്കെതിരെ ഉയരുന്നത്. ഈ ഘട്ടത്തിലും സസ്പെൻഷൻ എന്ന പ്രാഥമിക നടപടിയിലേക്ക് പോലും കടക്കാതെ മരുന്നിന് പ്രതിഷേധം ആളിക്കെത്തിയപ്പോൾ സ്ഥലം മാറ്റമെന്ന നടപടിയിൽ കാര്യങ്ങൾ ഒടുക്കുകയാണ്, കാര്യങ്ങൾ തീർക്കുകയാണ് സർക്കാർ എന്ന ആരോപണം ഉയർത്തിയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രതിഷേധം ഇപ്പോൾ ആശുപത്രിക്ക് പുറത്തേക്കും വ്യാപിക്കുന്നു. ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ MLA മന്ത്രിമാർ GR അനിലിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നത്. ഈ പറയുന്നതുപോലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം, ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകണം നടക്കുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. പക്ഷേ ഡോക്ടർക്കെതിരെ ഇതുവരെ ഉണ്ടായ ഏക നടപടി സ്ഥലം മാറ്റമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് പോയി ഡോക്ടർക്ക് ഇതേ പണി ചെയ്യാം, അതിനപ്പുറത്തേക്ക് സർവീസിൽ നിന്ന് വിട്ടുനിർത്തണം അല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഈ ഡോക്ടർക്കെതിരെ ആദ്യ പരാതിയല്ല. ഇപ്പോൾ ഇതാ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിരിക്കുന്നു, പ്രതിഷേധക്കാരെ തള്ളി മാറ്റുന്നു. MLAയുടെ ഓഫീസിൽ പ്രതിഷേധം തടയാനുള്ള പോലീസ് ശ്രമവും ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ജിബിൻ നമ്മോടൊപ്പം സംഭവ സ്ഥലത്ത് തത്സം ചെയ്യുന്നു. ജിബിൻ, പ്രതിഷേധം അത് അങ്ങനെ തന്നെ തുടരുകയാണ്, അനുനയത്തിന് പ്രവർത്തകർ തയ്യാറാകുന്നില്ല, പോലീസ് ഇവരെ തടയുന്നുണ്ടോ? അതന്നെയാണ് പോലീസിന്റെ പ്രവർത്തകരെ തടയാൻ പോലീസ് ഒരുക്കിയ ക്രമീകരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ MLAയുടെ ഓഫീസിലേക്ക് ഓടിക്കയറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പരമാവധി തടയാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ്. പക്ഷേ ആ തടയലിൽ അവർ നിൽക്കുന്നില്ല, അത് ഭേദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നെടുമങ്ങാട് പ്രസവശസ്ത്രക്രിയയുടെ കുഞ്ഞു മരിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് വലിയ വ്യാപകമായി ആളിക്കത്തുകയാണ് പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായ നെയ്യാറ്റിൻകര MLAയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ ആ MLAയുടെ ഓഫീസിന്റെ ഗേറ്റ് അടച്ചുപൂട്ടി പ്രവർത്തകരെ തടയാനുള്ള നീക്കത്തിലാണ്. ഈ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആരോഗ്യ വകുപ്പിനെതിരെ നിരന്തരം ഓരോ പരാതികൾ ഉയരുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ വിളപ്പിൽശാലയിൽ ചികിത്സ വൈകിപ്പിച്ചെന്ന ആരോപണത്തിൽ ഒരാൾ മരിക്കുന്നു. ആ സംഭവത്തിൽ അതിൽ പ്രതിഷേധം കടുക്കുന്നതിനിടെ, പ്രതിഷേധം അയവ് വരുന്നതിനിടെയാണ് മറ്റൊരു സംഭവം തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അതും നിരവധി പരാതികൾ ഓൾറെഡി ഉയർന്നൊരു ഡോക്ടർക്കെതിരെയാണ് ഏറ്റവും ഒടുക്കം ശസ്ത്രക്രിയയുടെ കുഞ്ഞു മരിച്ചെന്ന ആരോപണങ്ങൾ ഉയരുന്നത്. ഈ ആരോപണത്തിന് പുറമെ മരിച്ച കുഞ്ഞിന്റെ പിതാവ് ഇന്ന് മറ്റൊരു ആരോപണം ഉയർത്തുന്നു. പ്രസവ ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർ 10000 രൂപ കൈക്കൂലി വാങ്ങി നടക്കുന്ന ഗുരുതര ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളും പ്രശ്നങ്ങളും അച്ചടക്ക നടപടികളും ഒക്കെ പരാതികളായി ഉയരുമ്പോഴും ഡോക്ടർക്ക് പേരിന് കൊടുത്തൊരു സ്ഥലം മാറ്റം മാത്രമാണ് ഇപ്പോഴും അവിടേക്കുള്ള പ്രതിഷേധം തുടരുന്നു. ജിബിൻ, തുടരാം. അത് നമ്മുടെ തന്നെയുണ്ടോ പ്രൊട്ടസ്റ്റ്?
അതാ പ്രവർത്തകരെ പോലീസ് തടയുകയാണ്. ഈ ജിആർ അനിലിന്റെ MLA ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. പക്ഷേ ആ പ്രതിഷേധം ഗേറ്റ് അടച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ പോലീസ് വഴിയിൽ തടഞ്ഞിരിക്കുകയാണ്. അത് ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകരുള്ളത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. ജിമിൻ, തുടരാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പോലീസ് തടയുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മന്ത്രി GR അനിലിന്റെ ഓഫീസിലേക്കാണ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആശുപത്രിയിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന് ഈ സമയം വരെ നീണ്ടു നിൽക്കുന്നത് നമ്മൾ ആശുപത്രി പരിസരത്ത് കണ്ടിരുന്നു. പക്ഷേ പിന്നീട് RDയുടെ നേതൃത്വത്തിൽ നടത്ത ചർച്ച കൂടി ഫലം കാണാതെ വന്നതോടുകൂടിയാണ് സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി GR അനിലിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തകരെ പോലീസ് 2 തവണ വഴിയിൽ വെച്ച് തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും പോലീസിനെ മാറ്റിക്കൊണ്ട് പ്രതിഷേധക്കാർ ഇങ്ങോട്ടേക്ക് ഓടിക്കയറുന്നതാണ് നമ്മൾ കണ്ടത്. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആലിന്റെ മൂട്ടിൽ വെച്ചും അതിനുശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചും പ്രവർത്തകരെ പോലീസ് തടയുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകരെല്ലാം തന്നെ ഈ പോലീസിനെ മാറ്റിക്കൊണ്ട് ഈ MLAയുടെ ഓഫീസിലേക്ക് കയറുകയായിരുന്നു. പക്ഷേ ഈ MLAയുടെ ഓഫീസിലേക്ക് കയറുന്ന ഗേറ്റിന്റെ ഭാഗത്ത് വെച്ച് പ്രവർത്തകരെ എന്തായാലും ഇപ്പോൾ പോലീസിന് തടയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓഫീസിലേക്കാണ് MLA ഓഫീസിലേക്കാണ് അവരെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.